അപ്പോൾ ഈ വലയിൽ വീണാൽ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നന്മ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ പറയുക മാത്രമല്ല, ഇത് ചെയ്യുകയും ചെയ്തിട്ട് ക്രൂശിൽ മറ്റുള്ളവരെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം അവർക്ക് വേണ്ടി സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവത്തിൻ്റെ വലയാണിത്. അപ്പോൾ ഈ വലയിൽ വീണാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇതുപോലത്തെ വേറെ ഒരു മതത്തിലും വേറെ ഒരു മാർഗത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, അഹിംസ ഒരു നല്ല കാര്യമാണ്, മറ്റ് ജീവികളെ ദ്രോഹിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ട് കാണാം. പക്ഷേ ഇത് അതിലും ഒരു പടി മുന്നോട്ടാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവർക്ക് നന്മ ചെയ്യണം എന്ന് മാത്രമല്ല, അവർ നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങൾ അവർക്ക് തിരിച്ച് നന്മയെ ചെയ്യാവൂ. ആ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, അവരോട് ക്ഷമിക്കണം, അവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ സഹിക്കണം. കാരണം നിങ്ങളെയും അവരെയും സൃഷ്ടിച്ച, നിങ്ങളെ രണ്ടുപേരെയും കാണുന്ന, ഇതിനകത്ത് നീതി എന്താണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നീതിയോടെ ന്യായം വിധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ മൂന്നാമത്തെ ദിവസം ഉയർപ്പിച്ചില്ലേ, അതേമാതിരി അവൻ നീതിയോടെ ന്യായം വിധിക്കും. എന്നാൽ അതിനു മുൻപേ നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ട ഒരു ശത്രുവുണ്ട്. ആ ശത്രു നിങ്ങളുടെയും ശത്രുവാണ്. ആ ശത്രു നിങ്ങളെ ഉപദ്രവിക്കുന്നവരുടെയും ശത്രുവാണ്. ആ ശത്രുവിൻ്റെ പേരാണ് വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം, കയ്പ്. വെറുപ്പ് നമ്മുടെ ഹിന്ദിയിൽ അതിനെ ഘൃണ എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ ഹേറ്റ്രഡ് എന്ന് പറയും. ആ ഹേറ്റ്രഡാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തോൽപ്പിച്ചത് പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കളെയാണ്. ഒന്നാമത്തെ ശത്രു വെറുപ്പ്, രണ്ടാമത്തെ ശത്രു മരണം. അപ്പോൾ മരണത്തെ തന്നെ ജയിച്ച ഒരു വ്യക്തിയുടെ വലയിലാണ് നിങ്ങൾ വീണിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? വെറുപ്പിനെ തോൽപ്പിച്ച ഒരു വ്യക്തിയുടെ വലയിലാണ് നിങ്ങൾ വീണിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? വെറുപ്പിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, മരണത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിലേക്കും ജീവനിലേക്കുമാണ് നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് കർത്താവ് നിൽക്കുന്നത്. സ്നേഹം, ജീവൻ. സ്വന്തം ജീവൻ കൊടുത്തതും മറ്റുള്ളവരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി. അപ്പോൾ ആ വലയിൽ വീണ് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടിയാലും ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ എനിക്ക് ഉണ്ടായി ജീവിതത്തിൽ. അതിൽ ഒട്ടുമിക്ക കഷ്ടപ്പാടുകളെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് വന്നതല്ല, ഞാൻ നന്മ ചെയ്തിട്ട് എനിക്ക് ലഭിച്ച തിന്മകളാണ്. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിച്ചു, മറ്റുള്ളവരോട് ക്ഷമിക്കുക, അവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ സഹിക്കുക, അവരെ തിരിച്ച് സ്നേഹിക്കുക, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക, നന്മയാൽ തിന്മയെ തോൽപ്പിക്കുക, വെറുപ്പിനെ തോൽപ്പിക്കുക സ്നേഹത്താൽ. ഈ വെറുപ്പിനെ നമ്മൾ വെറുപ്പുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം, പക്ഷെ ജയിക്കുന്നത് എപ്പോഴും വെറുപ്പായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയൊരു മാനദണ്ഡം കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവർക്ക് വേണ്ടിയും വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് വെറുപ്പിൻ്റെ രാജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് വെറുപ്പ് കൊണ്ടോ വയലൻസ് കൊണ്ടോ അതിനെ പണിയാനും സാധിക്കില്ല.
അങ്ങനെ പണിയാൻ ശ്രമിച്ച രാജാക്കന്മാരുണ്ട്, അവരെല്ലാം പരാജയപ്പെട്ടു പോയി. കർത്താവിൻ്റെ രാജ്യത്തെ പണിയാൻ ഒരൊറ്റ വഴിയുള്ളൂ, സ്നേഹിക്കുക. കാരണം കർത്താവിൻ്റെ രാജ്യത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് സ്നേഹം. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹം. ആ സ്വഭാവത്തിൽ, ആ സ്വഭാവപ്രകാരം, ആ സ്വരൂപത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ. എന്തിനാ സൃഷ്ടിച്ചിരിക്കുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക, ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക. അപ്പോൾ സ്നേഹം നിറഞ്ഞ ദൈവം സ്നേഹത്തിൻ്റെ സ്വഭാവത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്നേഹിച്ചുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിന്? പരസ്പരം സ്നേഹിക്കാനും തൻ്റെ സൃഷ്ടിയെ കാത്തു സൂക്ഷിക്കാനും. സ്നേഹത്താൽ വെറുപ്പിനെ കീഴടക്കാനും. ചില ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം ഇല്ലാതിരിക്കുന്നതാണ് വെറുപ്പ്. അതല്ല. സ്നേഹമില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഏപ്പത്തി എന്ന് വെച്ചാൽ ഒരു വികാരമില്ലാത്തൊരു നിർവികാര ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ സ്നേഹമില്ലാതാവുമ്പോഴുള്ള അവസ്ഥ. പക്ഷെ വെറുപ്പെന്ന് പറയുന്നത് എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് സ്നേഹത്തിൻ്റെ. വെറുപ്പെന്ന് പറയുന്നത് സ്നേഹമില്ല എന്ന് മാത്രമല്ല, വേറൊരു സാധനം കൂടെ ഉണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇത് തരുന്ന ഒരു ശക്തിയുണ്ട്. ആ വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന, അതിൻ്റെ ചിന്തകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളെ, മറ്റുള്ളവരെ നമ്മൾ വെറുക്കത്തക്ക രീതിയിലാക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് സാത്താൻ. ആ സാത്താൻ ചിലപ്പോൾ വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരും. നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നമ്മൾ വിചാരിക്കും നമ്മുടെ നന്മ ചിന്തിക്കുന്ന ഒരു സംരംഭമാണ്. പക്ഷെ വാസ്തവത്തിൽ അത് നമ്മുടെ ഹൃദയത്തെ മറ്റുള്ളവരോടുള്ള വെറുപ്പിനാൽ നിറയ്ക്കുന്ന ഒരു സംഗതിയായിരിക്കും. സ്നേഹത്താൽ മാത്രമേ യഥാർത്ഥമായി നമുക്ക് പിശാചിനെ, സാത്താനെ, അവൻ്റെ പ്രവൃത്തികളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. വെറുപ്പ് കൊണ്ട് വെറുപ്പിനെ ജയിക്കാൻ സാധിക്കില്ല. സ്നേഹത്താൽ മാത്രമേ അതിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വലയിൽ വീണ എല്ലാ മനുഷ്യരും, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വെറുപ്പ് എന്ന് പറയുന്ന സംഗതിയെ നിങ്ങളുടെ ഹൃദയത്തിൽ വരാൻ അനുവദിക്കരുത്. ഏത് വ്യക്തിക്കെതിരെയും നിങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാവുകയാണെങ്കിൽ ഉടനെ പോവുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ക്രൂശിൻ്റെ ചോട്ടിൽ ചെന്ന് കർത്താവിനോട് ഏറ്റുപറയുക. പരിശുദ്ധാത്മാവിനാൽ ദൈവം ആ ഹൃദയത്തിലുള്ള വെറുപ്പ് തൻ്റെ സ്നേഹത്താൽ മാറ്റും. ആ സ്നേഹം വന്ന് ആ വെറുപ്പ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ, കർത്താവ് സ്നേഹിച്ച വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാനും, ആ വ്യക്തി നമ്മളിൽ നിന്ന് എത്ര വിഭിന്നരാണെങ്കിലും, നമ്മളിൽ നിന്ന് നമ്മളോട് എത്ര ദോഷമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ അനുഗ്രഹിക്കാനുമായിട്ട് സാധിക്കും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും, ഈ സങ്കീർത്തനക്കാരൊക്കെ ഇല്ലേ ബൈബിളിൽ, പല സങ്കീർത്തനങ്ങളും ബൈബിളിലുണ്ട്. ഈ സങ്കീർത്തനക്കാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ എടുത്ത് നോക്കിയാൽ അവർ ദുഷ്ടന്മാരുടെ പല്ല് കർത്താവേ നീ ഇടിച്ച് എന്താ പറയുന്നത്, പല്ല് തൊഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ദുഷ്ടന്മാരെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അവരുടെ ആ വേദനയിൽ, അവരുടെ ആ ഫ്രസ്ട്രേഷനിൽ, അവർക്ക് ഈ ദുഷ്ടന്മാരിൽ നിന്നുണ്ടാകുന്ന തിക്തമായ അനുഭവങ്ങൾ മൂലം അവരുടെ ഹൃദയം അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ആ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം വില കൽപ്പിക്കും. നമ്മുടെ മാനസികാവസ്ഥ ദൈവത്തിന് അറിയാമല്ലോ. എങ്കിലും ആ ഒരു അവസ്ഥയിൽ ആണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് കാണിച്ചു തരും. ദൈവം നമുക്ക് കാണിച്ചു തരും. ദുഷ്ടന്മാർക്ക് ഒരുപാട് നന്മകൾ വന്നത് കണ്ടിട്ട് താൻ നീതിമാനായി ജീവിച്ചത് വെറുതെ ആണോ എന്ന് ചിന്തിച്ച ആസാഫിൻ്റെ സങ്കീർത്തനം നമുക്കറിയാം, 73-ാം സങ്കീർത്തനം.
ദൈവം കാണിച്ചു കൊടുത്തില്ലേ? അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആസാഫ് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന് മനസ്സിലായി ദൈവം അവരെ വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. ഏത് നിമിഷവും ഈ ദുഷ്ടന്മാർ മരിച്ചാൽ അവർ പോകുന്ന എങ്ങോട്ടാണ്? നാശത്തിലേക്കാണ് പോകുന്നത്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അവർക്ക് വീഴ്ച സംഭവിക്കാം. പക്ഷെ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആ സത്യസന്ധതയിൽ അവൻ ജീവിക്കുമ്പോൾ, ആ നിഷ്കളങ്കതയിൽ അവൻ ജീവിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അവൻ ജീവിക്കുമ്പോൾ, അവനെതിരെ എന്തൊക്കെ ആളുകൾ പറഞ്ഞാലും മറ്റുള്ളവർ പറഞ്ഞാലും അവൻ്റെ കയ്യിലൊന്നും ഇല്ലെങ്കിലും അവൻ ഒറ്റയ്ക്കാണെങ്കിലും അതിൽ അവന് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വ്യക്തിക്കകത്തുണ്ടാവും. ആ ദൈവ സാന്നിധ്യത്തിൽ ചെന്നപ്പോഴാണ് ആസാഫിന് മനസ്സിലായത് ഇവരൊക്കെ വഴുവഴുപ്പിലാണ്, ഇവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. ഇവർ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തി ഒരു നിമിഷത്തിൽ ഇവരില്ലാതാകും. അത് കഴിഞ്ഞ് ഇവർക്ക് ഒരു പുനരുത്ഥാനമില്ല. അവർ കർത്താവ് മടങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൽ അവരുണ്ടാകില്ല. അവർ മുഴുവനായും നഷ്ടപ്പെട്ടു പോകും. അവരുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും നഷ്ടമായി പോകും. അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കുമല്ല, മനോജ് നീ ഒന്നും ആയില്ലല്ലോ, ഇത്രയും കൊല്ലം നീ പഠിച്ചു, നീ ഇത് ചെയ്തു അത് ചെയ്തു, പലതും നീ ചെയ്തു, പക്ഷെ നീ ഒന്നും ആയില്ലല്ലോ. ഞാൻ അവരോട് ചോദിക്കുന്നത് ഞാൻ എന്താണ് ആവേണ്ടത്? ഞാൻ മറ്റുള്ളവരെ വെറുക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായെന്നും പറഞ്ഞ് ഞാൻ എന്നെ വെറുക്കുന്ന വ്യക്തിയാണോ? ഞാൻ ദൈവത്തെ വെറുക്കുന്ന വ്യക്തിയാണോ? ഞാൻ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന വ്യക്തിയാണോ? ഞാൻ സാത്താനെ ഭയക്കുന്ന വ്യക്തിയാണോ? ഞാൻ എന്താവേണ്ടത്? ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന ശേഷം ദൈവത്തിൻ്റെ മകനാണ്. ദൈവം അവനുമായുള്ള ഉടമ്പടിയിൽ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവനിൽ ഞാൻ വസിക്കുന്നു. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിതാവിൻ്റെ വലത് ഭാഗത്ത് എല്ലാ നാമത്തിനും മേലായ നാമം വഹിക്കുന്ന, ഏറ്റവും ഉയരത്തിൽ വസിക്കുന്ന, ഏറ്റവും ഉയരത്തിലുള്ള ആശയങ്ങളുള്ള ആ ദൈവത്തിലാണ് ഞാൻ വസിക്കുന്നത്. അവിടെ നിന്നും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും എന്നെ വേർപിരിക്കാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങൾക്കും കഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അതിന് സാധിക്കില്ല. ആ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ അതിനേക്കാളും സേഫായിട്ടുള്ള ഒരു സ്ഥലമില്ല. കാരണം എനിക്ക് പുനരുത്ഥാനമുണ്ട്. വരാനിരിക്കുന്ന രാജ്യത്തിൽ ദൈവം ഒരു പുതിയ ശരീരം തന്ന്, ഒരിക്കലും മരിക്കാത്ത ജീർണിക്കാത്ത ഒരു ശരീരം തന്ന് നിത്യമായി അവനോട് കൂടെ വാഴാനും സ്നേഹത്തിൽ അവനെയും മറ്റുള്ളവരെയും ശുശ്രൂഷിക്കാനായിട്ട് എനിക്കൊരു വലിയ ഒരു ജീവിതം, നീളമുള്ള ഒരു ജീവിതം തരാനായിട്ട് ആഗ്രഹിക്കുക.